സർ, ഇപ്പം ഈ 4-year ഡിഗ്രി ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു കുട്ടിക്ക് 3 years കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ? നിലവിൽ സംവിധാനത്തിൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും ഒരുപക്ഷെ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി താല്പര്യപ്പെടുന്നവരായിരിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CA പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ACCA പഠിക്കണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥി, അയാളെ സംബന്ധിച്ചിടത്തോളം ഓണേഴ്സ് ഡിഗ്രി ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഘടകമല്ല. അപ്പോൾ അയാൾ 3 വർഷത്തെ ഡിഗ്രിക്ക് ശേഷം അയാൾക്ക് CAയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അത്തരത്തിലൊരു എക്സിറ്റ് ഓപ്ഷൻ ഈ സംവിധാനത്തിൽ നിലവിലുണ്ട്. 3 years കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഡിഗ്രി എടുത്തിട്ട് ഇറങ്ങാം. 4 yearsന്റെ എൻഡിലും അവർക്ക് 4 years ആയി കഴിഞ്ഞ് 4 years ഓണേഴ്സ് ഡിഗ്രി ആയി മാറും. ഈ ഓണേഴ്സിൽ തന്നെ 2 തരത്തിലുള്ള ഓണേഴ്സ് ഉണ്ട്. ഒന്ന് റെഗുലർ ഓണേഴ്സ് ഡിഗ്രി, പിന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നൊരു 4-year ഡിഗ്രി പ്രോഗ്രാമുണ്ട്. ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് അവസാനത്തെ സെമിസ്റ്ററിൽ അവർക്കൊരു റിസർച്ച് പ്രോജക്റ്റ്, മേജറായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്നവർക്ക് നേരിട്ട് PhDക്ക് ഇത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാനാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മാസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിനും അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് 2 പേരെങ്കിലും PhD ഉള്ള 2 പേരെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഓഫർ ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുമ്പോൾ റിസർച്ചിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡുള്ള വിദ്യാർത്ഥികൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, അവർ ചേരുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ റിസർച്ച്, ഓണേഴ്സ് വിത്ത് റിസർച്ച് ഓഫർ ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അവിടെ ജോയിൻ ചെയ്യാൻ. സർ, ഇപ്പോൾ നമ്മൾ ഈ 4-year ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ പറയുന്നുണ്ട് സ്റ്റുഡൻസിന് ഇഷ്ടമുള്ള സബ്ജക്ട്സ് അവർക്ക് പഠിക്കാമെന്ന്. ഈ ഒരു ഫെസിലിറ്റിയെ പറ്റി കുറച്ചും കൂടെ ഒന്ന് പറയാമോ? വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിഷയങ്ങളെടുത്ത് പഠിച്ചു പോയാൽ അവർക്ക് കൊടുക്കുന്ന ഡിഗ്രി എങ്ങനെയായിരിക്കണം എന്നുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ 6 പാത്വേസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 6 പാത്വേസ് എന്ന് പറഞ്ഞാൽ 6 പാക്കേജസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് സിംഗിൾ മേജർ. അത് പഠിക്കുന്ന കുട്ടി ഒരു വിഷയത്തിലായിരിക്കും അയാളുടെ പ്രധാനപ്പെട്ട കോഴ്സസ് എല്ലാം, അയാളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കുന്നത് ഒരു പ്രധാന ഐച്ഛിക വിഷയത്തിലായിരിക്കും. മെയിൻ സബ്ജക്റ്റ് ആണ് മേജർ എന്ന് പറയുന്നത്. ഈ സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ ആണ് അടുത്തത്. അപ്പോൾ ഒരാൾ ഒരു വിഷയത്തിൽ മേജർ എടുക്കുന്നു, മെയിനായിട്ടുള്ള സബ്ജക്റ്റായിട്ട് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ അയാൾ മറ്റൊരു സബ്ജക്റ്റ് കൂടി പഠിക്കുന്നു. അപ്പോൾ ഒരു കോമേഴ്സ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി കോമേഴ്സിനോടൊപ്പം അയാൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു മൈനറായിട്ട് എടുക്കാം. അപ്പോൾ ഈ മേജറും മൈനറും റിലേറ്റഡ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. മേജറും മൈനറും 2 രീതിയിൽ പറയാം. ഒന്ന് കോംപ്ലിമെൻ്ററി ആവാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അഥവാ അതുമല്ലാതെ സപ്ലിമെൻ്ററി ആവാം. അതായത് ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതൊരു സപ്ലിമെൻ്ററി സബ്ജക്റ്റ്. അത് ആ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് അയാൾ ചൂസ് ചെയ്യുന്ന ഒരു മൈനറാണ്. അപ്പോൾ ഞാൻ 2 പാത്വേസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സിംഗിൾ മേജറും, ഒന്ന് സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ. മൂന്നാമത്തത് സിംഗിൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മൈനർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു മേജറിനോടൊപ്പം 2 മൈനർ സബ്ജക്ട്സ് പഠിക്കാം. അപ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 മൈനർ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഒരു മൈനറിൽ 3 കോഴ്സസ് ചെയ്യുമ്പോൾ 3 അങ്ങനെ 2 3ൻ്റെ 2 അത് 3 വർഷത്തെ ഡിഗ്രിയിൽ 4 വർഷമാകുമ്പം 2 കോഴ്സസും കൂടെ കൂടുതൽ ചെയ്യണം. സിംഗിൾ മേജർ ആണെങ്കിൽ ഇത് 2നും കൂടെ കൂടി ചേർന്നത്ര നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ആ സിംഗിൾ മൈനറിൽ പഠിക്കണം. അപ്പോൾ ഇതാണ് സിംഗിൾ മേജർ വിത്ത് 2 മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ 2 സബ്ജക്ട്സ് പഠിക്കാം. പിന്നത്തേത് ഡബിൾ മേജറാണ്. അത് ഏതാണ്ട് 2 വിഷയങ്ങൾ ഏതാണ്ട് തുല്യ രീതിയിൽ നിങ്ങൾ പഠിക്കുന്നു. തുല്യ വെയിറ്റേജ് ക്രെഡിറ്റ്സ് ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ പഠിക്കുന്നു എന്നർത്ഥം. 5ാമത്തെ എന്ന് പറയുന്നത് ഇൻ്റർ ഡിസിപ്ലിനറി എന്നാണ് പറയുക, ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഡിഗ്രിയാണ് ഇൻ്റർ ഡിസിപ്ലിനറി ഡിഗ്രി എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇക്കണോമിക്സ്
ഇക്കണോമിക്സിനോടൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും ചേർന്നുകൊണ്ടുള്ള ഒരു ഡിഗ്രിക്കാണ് ഇക്കണോമെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ഡിഗ്രിയാണ്. ഇനി 6ാമത്തെ പാത്വേ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല വിഷയങ്ങളിലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ്സ് നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളൊരു ഡിഗ്രി സമ്പാദിക്കുന്നു. ഇങ്ങനെ 6 പാത്വേസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും ഓരോ പാത്വേ ചൂസ് ചെയ്ത് പോവുക. ഈ 6 പാത്വേസിലും എല്ലാ പാത്വേ സ്റ്റുഡൻറ്റിന് അവൈലബിൾ ആയിരിക്കുമോ പഠിക്കാൻ? നിർബന്ധമില്ല. അപ്പോൾ ഓരോ കോളേജിൻ്റെയും ഭൗതിക സാഹചര്യങ്ങളെ അനുസരിച്ചിരിക്കും അത്. അവരുടെ ക്ലാസ് റൂം, അവരുടെ അധ്യാപകരുടെ അവൈലബിലിറ്റി, അവരുടെ ലാബ് സൗകര്യങ്ങൾ എന്നുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അത്. അപ്പോൾ എല്ലാ പാത്വേസും എല്ലാ സ്ഥാപനവും ഓഫർ ചെയ്യാൻ സാധ്യത കുറവാണ്. മിക്കവാറും സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് സിംഗിൾ മേജർ വിത്ത് 2 മൈനേഴ്സ് ആയിരിക്കും. കാരണം നിലവിലുള്ള നമ്മുടെ ഡിഗ്രിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻ വിത്ത് 2 കോംപ്ലിമെൻ്ററി സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഏതാണ്ട് അത് ഈ സിംഗിൾ മേജർ വിത്ത് 2 മൈനർ എന്ന ഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ മിക്കവാറും സ്ഥാപനങ്ങൾ അത് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കാൻ സാധ്യത. എന്നാൽ ഇതിനപ്പുറം സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ അല്ലെങ്കിൽ ഡബിൾ മേജർ എന്നീ പാത്വേസും ഓഫർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന പാത്വേ അല്ലാണ്ട് ഈ സ്റ്റുഡൻറ്റിന് ഒരു പാത്വേ ചൂസ് ചെയ്യണമെങ്കിൽ അവർക്കത് സാധ്യമാണോ? സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. പക്ഷേ അത് അയാൾക്ക് ആവശ്യമുള്ള കോഴ്സസ് ഈ ടൈം ടേബിളിൻ്റെ പുറത്ത് നൽകാൻ അയാൾ താല്പര്യപ്പെടുന്ന വിഷയം പഠിപ്പിക്കുന്ന വിഭാഗം തയ്യാറാവണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അയാൾക്ക് ഫിസിക്സിനോടൊപ്പം തന്നെ ഗ്രാഫിക് ഡിസൈൻ പഠിക്കണമെന്നൊരു താല്പര്യം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു മൈനറായിട്ട് അത് എടുക്കാം. അപ്പോൾ ഒരു 2 മൈനറിൽ ഒന്നായിട്ടോ അല്ലെങ്കിൽ സിംഗിൾ മൈനറായിട്ടോ എടുക്കാം. തുടർന്ന് അയാൾക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ്സ് ഈ ഗ്രാഫിക് ഡിസൈൻ വിഭാഗം ഈ ക്ലാസ് ടൈമിന് പുറത്ത്, ഇയാളുടെ മറ്റ് ക്ലാസ്സുകൾ നഷ്ടപ്പെടാതെ ക്ലാസ് ടൈമിന് പുറത്ത്, ഇപ്പം 4 മണിക്ക് അവസാനിക്കുന്നതാണ് 4 മുതൽ 5 വരെ, അല്ല 5 മുതൽ 6 വരെ, അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ, അല്ലെങ്കിൽ സമ്മർ കോഴ്സായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് പഠിച്ച് അയാൾക്ക് ആവശ്യത്തിനുള്ള ക്രെഡിറ്റ് എടുത്തുകൊണ്ട് ഡബിൾ മേജർ ആക്കി മാറ്റാം. ക്രെഡിറ്റ്സ് ഉള്ളിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി ക്രെഡിറ്റ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഉണ്ടോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. ഇനി വേറൊന്നും കൂടെ പറയാം. ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഈ ഫ്ലെക്സിബിലിറ്റിയാണ്. നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സെമസ്റ്ററിലേക്ക് ഉള്ള മിനിമത്തിനപ്പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് മറ്റ് കോഴ്സുകൾ പഠിക്കാം. അതാണ് എക്സ്ട്രാ ആയിട്ട് കോഴ്സുകൾ പഠിക്കാം. മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കോഴ്സുകൾ പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടോ പുറകോട്ട് പോയിട്ടോ പഠിക്കാം. അതെ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 4ാം സെമസ്റ്റർ പഠിക്കുന്ന ആൾക്ക് 6ാം സെമസ്റ്ററിലെ ഒരു കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ 4ാം സെമസ്റ്റർ പഠിക്കുന്ന ആൾക്ക് 2ാം സെമസ്റ്ററിലെ ഒരു കോഴ്സ് വേണമെങ്കിൽ പഠിക്കാം. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ 4ാം സെമസ്റ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത്, അല്ല എനിക്ക് 2ാം സെമസ്റ്ററിൽ ഈ കോഴ്സ് കൂടി പഠിച്ചാൽ കൊള്ളാം, നിങ്ങൾക്ക് പോയിട്ട് ആ കോഴ്സ് പഠിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ആ സെമസ്റ്ററിലെ ക്രെഡിറ്റിലേക്ക് അത് ചേർക്കപ്പെടും, ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഇത് 2 രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇതിനുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് കൗണ്ട്സ് ഈസ് ദ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് യു ഹാവ് ഓൺ യുവർ അക്കൗണ്ട്. ഓൾസോ ഇപ്പം ഒരു കുട്ടി ഒരു മേജർ എടുത്ത് വരികയാണ്, പക്ഷെ അവർ റിയലൈസ് ചെയ്യുവാണ് ആ സബ്ജക്റ്റ് അല്ല അവർക്ക് പഠിക്കേണ്ടത്. അപ്പം അവർക്ക് സ്വിച്ച് ചെയ്യാനുള്ള അതിനുള്ള സാധ്യതയും ഇത് നൽകുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഒരു വിദ്യാർത്ഥി ഒരു സബ്ജക്റ്റ് എടുത്ത് മേജറായിട്ട് എടുത്ത് ജോയിൻ ചെയ്തു. അയാൾക്ക് 2 സെമസ്റ്റർ കഴിയുമ്പോഴാണ് അയാൾ മനസ്സിലാക്കുന്നത് ഇത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയമല്ലിത്. അതുപോലെ അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ താല്പര്യമുള്ള മറ്റൊരു വിഷയം അയാൾ കണ്ടെത്തി. അപ്പോൾ അയാൾക്ക് അതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഈ പുതിയ സംവിധാനം നൽകുന്നുണ്ട്. പക്ഷേ ഈ ഓപ്ഷൻ നിലവിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധ്യതയില്ല. ഒരു 10% കുട്ടികൾക്ക് മാത്രമേ ഈ ഓപ്ഷനുള്ള സാധ്യതയുള്ളൂ. മേജർ സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത.